ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ കരുവാരം കൊണ്ടുള്ള ഓരോ അവസ്ഥകൾ കേട്ടോ. ഓരോരോ ടൈമിലും ഇപ്പോൾ 2 മാസം മുന്നെയാണ് പുലിനെ കിട്ടിയത്. പുലിനെ പൊടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കടുവയായി. ഇപ്പോൾ കുറച്ച് ഇന്നലെ വന്നതാണ് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം. ഈ കരുവാരം കൊണ്ട് മലയോര മേഖലയിൽ വൻതോതിൽ ഇപ്പോൾ വന്യമൃഗങ്ങളെ ശല്യം കൊണ്ട് ആളുകൾ പൊറുതി മുട്ടിക്കുകയാണ്. അതിൻ്റെ ഓരോ കാഴ്ചകളാണ് കാണുന്നത്. ഇത് മുന്നേ പുലിനെ പൊടിച്ച വീഡിയോ ആണ്. അതിന് ശേഷം ഉണ്ടായിരുന്നു കടുവനെ പിടിച്ചു. അതൊക്കെ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവില്ലതാണ്. ഇപ്പൊ അതാ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയാണ്ട് വണ്ടിയൊക്കെ കുത്തി തെറിപ്പിച്ച രംഗാണ് ഈ കാണുന്നത്. എന്താ അതൊക്കെ ചെയ്യാം നമ്മള്. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കരുവാരം കൊണ്ട് മേഖലകളിൽ. ഇപ്പൊ കുറച്ചു മുന്നെയാണ് പുലിനെ കിട്ടിയ കടുവക്ക് വെച്ച കണിയിൽ പുലിയാണ് കുടുങ്ങിയത്. പുലിനെ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ പുലി ഉണ്ട് എന്നല്ല മനസ്സിലായി. പുലിനെ കെട്ടി അതിന് 1 മാസത്തിന് ശേഷം പിന്നെ കടുവനെ കിട്ടി. ആ കടുവനെ പിടിച്ച രംഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കാളികാല് വെച്ചാണ്ട് ഒരു ടാപ്പിംഗ് തൊഴിലാണ് കടിച്ചു വന്ന കടുവയാണ്. ഇതല്ലാന്നാ പറയുന്നത്, വേറെയും കടുവുണ്ട് എന്നാ പറയുന്നത്. ഈ കരുവാരം കൊണ്ട് കാളികാവ് മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര ഭീഷണിയാണ് ഇപ്പൊ ഈ വന്യമൃഗങ്ങൾ. അപ്പൊ അതാ വീണ്ടും നമ്മളെ കരുവാരം കൊണ്ടുവന്നൊരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് കാട്ടാനക്കൂട്ടം 3 കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ 4 കിലോമീറ്ററോളം തൂര് പായ്പുല്ല് ഇങ്ങനെ സഞ്ചരിച്ചാൽ വീണ്ടും റിട്ടേൺ പോയ കടന്നാണ് പിന്നെയും വന്നിക്കുകയാണ്. അപ്പൊ അതിനെ ഓടിച്ചേറ്റുന്ന രംഗാണ് ഈ കാണുന്നത്. വണ്ടിയെ കണ്ടില്ല കുത്തിമറിച്ചിട്ടുള്ളത്. ആരോടൊപ്പം എനിക്ക് പരാതി പറയുന്നത്. ഇതിന്റെ 2 വർഷമൊക്കെ മുന്നേ തോന്നുന്നുണ്ട് ഇതേമാർക്ക് കരുവാരം കൊണ്ട് തരിശ ഭാഗത്ത് കാട്ടുപോത്ത് ഇറങ്ങിയാണ്ട് ഒരു യുവാവിനെ കൊന്നത്. അതേമാതിരിക്ക് തന്നെ ഇപ്പൊ കാളികാവ് അടക്കാവുണ്ടിൽ കടുവ കടിച്ച് ഒരു യുവാവിനെ കൊന്നത്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഫോറസ്റ്റോ അല്ലെങ്കിൽ അധികാരികളോ അതിനൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല ഈ വന്യമൃഗങ്ങൾ തടയാനുള്ളത്. ഇപ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി വന്നത്. കാട്ടാന പിന്നെ ആരെയും ആക്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വണ്ടിയൊക്കെ കുത്തിപ്പൊളിച്ചു പോയി. ഇതാ 3 ആനകളിൽ ഒരാന ഒരു വീട്ടുവളപ്പില് കക്കൂസ് കുഴിക്ക് ചാടിയതാണ്. അതിന് കാരണം രംഗാണ് ഈ കാണുന്നുണ്ടോ. ബാക്കി 2 മേലേക്ക് കയറി പോയിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഇപ്പൊ കരുവാരം കൊണ്ട് കാളികാവ് മേഖലയൊക്കെ ആളുകളൊക്കെ ആ ഭീതിയിലാണ്. ഫസ്റ്റ് കടുവൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുലിനെ കിട്ടി 1 മാസം കഴിഞ്ഞ 5-6 കിലോമീറ്റർ അപ്പുറത്ത് കടുവനെ കിട്ടിയത്. ഇപ്പൊ ആനകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ.